നമ്മുടെ നാട്ടിൽ പൊതുവായി പറയുന്ന ഒരു കാര്യമുണ്ട്. പാത്രം അറിഞ്ഞ് വിളമ്പുക, കളിക്കാൻ അറിയാവുന്നവനായി കളിക്കുക, തോളൊപ്പം ചേരുന്നവനുമായി തോളത്ത് കൈയിടുക എന്നൊക്കെയുള്ള പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്ന ചില കാര്യങ്ങളാണ്. അതുതന്നെയാണ് എനിക്കും ഇവിടുത്തെ ചില സംഘടനകൾ പറയാനുള്ളത്. 10 ആളെ കൂട്ടാനും ഇല്ല തങ്ങൾ വളരെ ശക്തരാണ് എന്ന് കാണിക്കാനുമായി വീമ്പ് പറയുമ്പോൾ അവരെ നേരിടാനുള്ള കരുത്ത് നമുക്കുണ്ടോ എന്ന് ആദ്യം തിരിച്ചറിയണം. കുറഞ്ഞ പക്ഷം കേരളത്തിലെങ്കിലും. ഞാൻ ഈ പറഞ്ഞു വരുന്നത് വേറൊരു സംഘടനയെക്കുറിച്ചല്ല. ഒരിക്കലും ഈ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചൊന്നും ഇനി അടുത്ത കാലത്തൊന്നും വാർത്ത ചെയ്യരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്. മറ്റൊന്നും കൊണ്ടല്ല, പ്രേക്ഷകർക്കൊരു മടുപ്പുണ്ടാകും സ്ഥിരം ഇത് ചെയ്യുമ്പോൾ. പക്ഷേ ചെയ്യാതിരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. മറ്റൊന്നുമല്ല, ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, പോപ്പുലർ ഫ്രണ്ടിൻ്റെ കുറേ പ്രവർത്തകർ വിചാരിച്ചാൽ ഈ രാജ്യത്തൊരു ചുക്കും സംഭവിക്കില്ല എന്ന്. കാരണം അതിനുള്ള കരുത്ത് അവർക്കില്ല. അവരോട് ചേരാൻ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായമോ ക്രിസ്ത്യൻ സമുദായമോ കൂടെ നിൽക്കില്ല. പഴയതുപോലെ മുഗളന്മാർ ചെയ്ത പോലെ, ബാബർ ചെയ്ത പോലെ പിടിച്ചടക്കാനാണെങ്കിൽ അവർ തിരിച്ചടിക്കാനും തയ്യാറായിട്ട് ഒരു ഭാഗത്ത് നിൽക്കും. ഞാൻ പറഞ്ഞിരുന്ന കാര്യമാണ്. പിന്നെ അവർ പറയുന്ന കാര്യങ്ങൾ RSSനെ ഞങ്ങൾ കൊന്നൊടുക്കും, ഇല്ലാതാക്കും എന്നാണ്. നിങ്ങളത് ആലോചിക്കുമ്പോഴേ നിങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കാനുള്ള പ്രക്രിയയിൽ അവർ എന്നേ ഏർപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 2 വാർത്തകളും ഞങ്ങൾ പറഞ്ഞിരുന്നു, അവരെ നിങ്ങൾ ചെറുതായി കാണരുത് എന്ന്. അവർ നിങ്ങളെ എന്നേക്കുമായി ഇല്ലാതാക്കാനുള്ള പണികൾ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. അവരെ സംബന്ധിച്ച് പോപ്പുലർ ഫ്രണ്ട് ഒരു എതിരാളികളെ അല്ല. കാരണം കേരളത്തിലും ബംഗാളിലും ത്രിപുരയിലുമടക്കം നിങ്ങളെക്കാൾ ശക്തന്മാരായ CPMകാരെ നക്സലുകളെ നേരിട്ട് കൊണ്ടാണ് അവർ രംഗത്തെത്തിയത്. ഒരുപക്ഷെ നിങ്ങളുടെ ആഹ്വാനം കേട്ട് മതപരമായ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ജിഹാദിനായി ഇറങ്ങി പുറപ്പെടുന്നവരെ അവർ തീവ്രവാദികളായി കണ്ട് ഇല്ലാതാക്കും, അല്ലെങ്കിൽ തകർത്ത് കളയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമുണ്ട്. പൊതുജനത്തിൻ്റെ പോലും സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുകയുമില്ല. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം, അവർ കേരളത്തിൽ സർവ്വസജ്ജമാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല RSSനെ തകർക്കുക എന്നുള്ളത്. അങ്ങനെ തകർക്കാനാണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ 90 വർഷം കഴിഞ്ഞ ഈ സംഘടന, ഇല്ലെങ്കിൽ 2025 ആകുമ്പോഴേക്കും 100 വർഷം തികയ്ക്കുന്ന ഈ സംഘടനയ്ക്ക് പിടിച്ചു നിൽക്കാനോ കഴിയില്ല. അതുമാത്രമല്ല, നമ്മുടെ രാഷ്ട്രപതി ഒരു RSSകാരനാണ്, ഉപരാഷ്ട്രപതി RSSകാരനാണ്, പ്രധാനമന്ത്രി RSSകാരനാണ്, ആഭ്യന്തരമന്ത്രി RSSകാരനാണ്, രാജ്യസുരക്ഷാ മന്ത്രി RSSകാരനാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേരെ കൊല്ലാൻ കഴിയും? ഇവരെയൊക്കെ കൊല്ലാൻ പോയിട്ട് നോക്കാൻ പോയുള്ള ത്രാണി ഇന്ന് ഇന്ത്യയിൽ ഒരു സംഘടനയ്ക്കും ഇല്ല എന്നുള്ള കാര്യം ഈ സംഘടനകളെക്കുറിച്ച് വ്യക്തമായി തന്നെ പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരുപക്ഷെ ഈ പറയുന്ന എന്നെ നിങ്ങൾക്ക് ആക്രമിക്കാൻ പറ്റിയേക്കാം, സ്വാഭാവികം, എനിക്കതിനകത്ത് ഭയവുമില്ല. പക്ഷേ അങ്ങനെ ഒറ്റ തിരിഞ്ഞ് ആരെങ്കിലുമൊക്കെ ആക്രമിച്ച് നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും ആത്യന്തികമായി നിങ്ങൾ ചെയ്യുന്നത് ഒരു വലിയ സമുദായത്തെ കുഴിയിൽ ചാടിക്കുകയാണ് എന്നുള്ളൊരു വിവരം നിങ്ങൾക്കുണ്ടാകണം. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഇന്നലെ വരെ നിങ്ങളുടെ പല വീഡിയോകളും ഞാൻ കണ്ടിരുന്നു. അതിലൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് RSSനെ ഇല്ലാതാക്കും, അവരെ കൊല്ലും, തിന്നും എന്നൊക്കെ. ഇന്ന് 4-4 CRPFകാർ തോക്കുമായി ഇറങ്ങിയപ്പോൾ അവിടെ കൂട്ടം കൂടി നിന്നവരൊക്കെ ഏതുവഴി പോയി എന്ന് എനിക്കും വലിയ പിടിയൊന്നുമില്ല. ഈ നിങ്ങളാണോ ഈ രാജ്യം പിടിച്ചടക്കുന്നത്? ഈ നിങ്ങളാണോ ഈ RSS എന്ന് പറയുന്ന വലിയ സംഘടനയെ പിടിച്ചടക്കുന്നത്? നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല സംഘപരിവാർ. അവർക്ക് അനേകം പിരിവുകളും ഉൾപ്പിരിവുകളുമുള്ള ഒരു ബൃഹത്തായ സംഘടനയാണ്. നമ്മളുടെ ബ്രിട്ടൻ ഒരിക്കൽ പറഞ്ഞു, ലോകത്ത് വളരെ എളുപ്പത്തിൽ വിളിച്ചു ചേർക്കാൻ പറ്റുന്ന സൈനികരുള്ള ഒരേ ഒരു സംഘടനയുള്ളൂ, അത് RSS ആണെന്നാണ് അവർ പറഞ്ഞത്. സൈന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഓരോ രാജ്യത്തെ സൈന്യം അപ്പോൾ തന്നെ സൈന്യത്തിൻ്റെ മേധാവി ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സൈനികരെല്ലാം കൂടെ ഒത്തുകൂടുമെങ്കിൽ ഒരു സൈനികേതര സംഘടന, ആ സൈന്യമല്ലാത്ത എന്നാൽ സൈനികത്തിനൊപ്പം നിൽക്കുന്ന സംഘടനയാണ് RSS. അവർക്കാണ് ലോകത്തിൽ ഏറ്റവും എളുപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൂട്ടിയോജിപ്പിക്കാൻ അല്ലെങ്കിൽ വിളിച്ചു വരുത്താൻ കഴിയുന്ന ഒരു സംഘടന. അത് നമ്മൾ വളരെ വ്യക്തമായി തന്നെ ഒരു കരുതൽ വേണം. വെറുതെ വീമ്പ് പറയുമ്പോഴും വെല്ലുവിളിക്കുമ്പോഴും ഓർക്കുക, നിങ്ങളെക്കാൾ 10 മടങ്ങ് ശക്തരാണവർ. നിങ്ങൾക്ക് കിട്ടുന്ന ട്രെയിനിങ് അല്ല അവർക്ക് കിട്ടുന്നത്, നിങ്ങളുടെ പ്രവർത്തനമല്ല അവരുടെ പ്രവർത്തനം. ഒരു ലളിതമായ ഉദാഹരണം പറയാം. PC ജോർജ് പറഞ്ഞൊരു കാര്യമാണ്. പാലാ ബിഷപ്പിൻ്റെ ഈ നക്കോട്ടിക് വിവാദം വന്ന സമയത്ത് നമ്മുടെ പാലാ ബിഷപ്പ് ഹൗസിലേക്ക് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിം സംഘടനകൾ ഒരു വലിയ പ്രതിഷേധം നടത്തുകയുണ്ടായി.
അപ്പോൾ ഈ പ്രതിഷേധത്തിനിടയിൽ ഇടത്തോട്ട് മുണ്ടെടുത്ത RSSകാരും പ്രതിഷേധ പ്രകടനത്തിനിടയിൽ കടന്നുകൂടുകയും ബിഷപ്പിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിരുന്നു. അവരുടെ ലക്ഷ്യം മറ്റൊന്നുമായിരുന്നില്ല. എന്താണ് ഈ പ്രകടനക്കാരുടെ ലക്ഷ്യം എന്ന് തിരിച്ചറിയണം. അന്ന് ആ ബിഷപ്പ് ദൂരെ ഏതോ സ്ഥലത്ത് ആയിരുന്നു. ആ സ്ഥലത്ത് വെച്ച് ബിഷപ്പിനെ തടയുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്ന് അവർ തിരിച്ചറിഞ്ഞു. അപ്പോൾ തന്നെ അവർ ഇൻഫർമേഷൻ പാസ് ചെയ്ത് ബിഷപ്പിനെ നേരിൽ പോയി RSSൻ്റെ പ്രവർത്തകർ കണ്ടിട്ട് എല്ലാവിധ സംരക്ഷണവും RSS ഈ ബിഷപ്പിന് നൽകുകയും ബിഷപ്പിനെ അവിടെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രാമപുരം എന്നാണ് സ്ഥലത്തിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ, കോട്ടയത്തിനുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് ബിഷപ്പ് ഹൗസ് വരെ RSSൻ്റെ സംഘം അനുഗമിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞതല്ല, ഞാൻ തിരക്കി അറിഞ്ഞതുമല്ല, PC ജോർജ് പറഞ്ഞതാണ്. അദ്ദേഹത്തിന് അങ്ങനെ RSSനെ പുകഴ്ത്തി പറയേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം ഇപ്പോൾ അദ്ദേഹം തോറ്റു വീട്ടിലിരിക്കുന്ന ഒരു നേതാവും MLA ഒക്കെയാണ്. PC ജോർജിനെ എനിക്ക് കഴിഞ്ഞ 12 വർഷമായി നേരിട്ടറിയാവുന്നൊരു മാധ്യമപ്രവർത്തനമാണ്. PC ജോർജ് പറയുന്നതിൽ പലതിലും കാര്യമുണ്ട്, സത്യമുണ്ട്. പക്ഷേ എവിടെ എന്ത് പറയണമെന്ന് അറിയാത്തതാണ് അദ്ദേഹത്തിൻ്റെ പരാജയം. അതാണ് ഒരു പ്രശ്നമാണ്. അതെല്ലാ മനുഷ്യർക്കും ഉണ്ട്. മരിപ്പ് വീട്ടിൽ തമാശ പറയാൻ കഴിയില്ല. അതുപോലെ ചില അസ്ഥാനത്തും സ്ഥാനത്തുമൊക്കെ ചില കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ. പക്ഷേ അദ്ദേഹം പറയുന്നതിൽ ഏകദേശം കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതെനിക്ക് നന്നായി അറിയാവുന്ന കാര്യങ്ങളാണ്. എൻ്റെ ഓൺ റെക്കോർഡിലും ഓഫ് റെക്കോർഡിലും അനവധി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ പിന്നീട് സത്യമായപ്പോഴും ഞാനത് അദ്ദേഹത്തോടുള്ള ബഹുമാനം കൂടിയിട്ടുള്ളൂ. ഞാനിവിടെ PC ജോർജിൻ്റെ കാര്യമല്ല പറഞ്ഞു വരുന്നത്. ഇവിടെ ഇന്നത്തെ റെയ്ഡിനെ കുറിച്ചാണ്. 14 ജില്ലകളിലും ED ഒറ്റ നിമിഷം കൊണ്ട് റെയ്ഡ് നടത്തി. അവർക്ക് സംസ്ഥാന പോലീസിൻ്റെ സംരക്ഷണം മതിയാകില്ല എന്ന് തോന്നിയപ്പോൾ അവർ CRPFനെ വിളിച്ചു വരുത്തി. സായുധരായ CRPFകൾ വന്നപ്പോൾ പോപ്പുലർ ഫ്രണ്ട് മാറി. അതിന് 2 കാരണങ്ങൾ പോപ്പുലർ ഫ്രണ്ട് മാറിയത്. ഭയന്നിട്ടാകാം, അല്ല എങ്കിൽ ED പോലെ ജുഡീഷ്യറി പവറുള്ള ഒരു ഏജൻസിയെ തടഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന പണി എന്താണെന്ന് അവർക്ക് നന്നായി അറിയാം. ഇവിടെയാണ് കാര്യങ്ങൾ. അതായത് നിങ്ങൾ ഒരു കൂട്ടരെ ഭീഷണിപ്പെടുത്തുമ്പോൾ അവരുടെ ജീവൻ രക്ഷിക്കേണ്ട ഒരു ബാധ്യത അവരെ സംരക്ഷിക്കുന്ന സംഘടനയ്ക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കൊല്ലാനായി ഒരു വിഭാഗം തയ്യാറെടുക്കുമ്പോൾ മരിക്കാതിരിക്കാനെങ്കിലും ഒരു വിഭാഗത്തിന് അവകാശമുണ്ട്. ആ മരിക്കാതിരിക്കാനുള്ള അവകാശത്തിന് ഒരു സംഘടന സംരക്ഷണം നൽകുന്നത് കൊണ്ടാണ് RSS ഇന്ന് ഇന്ത്യയിൽ ശക്തമായി നിൽക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ RSS വളരെ സജീവമായി തന്നെ അവരുടെ നയം മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ വാർത്ത ന്യൂസ് ഇന്ത്യ മലയാളം ബ്രേക്ക് ചെയ്തിരുന്നു. ഏതായാലും ഇതുപോലുള്ള വിദ്വേഷപരമായ കാര്യങ്ങൾ പടർത്തി സംഘർഷം ഉണ്ടാക്കാതിരിക്കുക. സംഘർഷം ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കും, പക്ഷേ നഷ്ടം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. കാരണം നിങ്ങൾക്കോട് സഹതപിക്കാൻ ഒരുപക്ഷെ ഇടതുപക്ഷത്തുള്ള പാർട്ടികളോ കോൺഗ്രസ് പാർട്ടികളോ ഒക്കെ വരുമായിരിക്കാം 4 വോട്ടിന് വേണ്ടി. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനസമൂഹമുണ്ട്, അവർ നിൽക്കില്ല. കാരണം നിങ്ങൾ മുമ്പ് പറയുന്നത് പോലെ RSSകാരെ കൊല്ലണം, ഹിന്ദുക്കൾ ഞങ്ങളുടെ സഹോദരന്മാരാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രമുള്ള പൊട്ടന്മാരിന്ന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. RSS ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം തന്നെയാണ് ഇവിടെ ഓരോ ഹിന്ദുവും നെഞ്ചിലേറ്റുന്നതും. അതുകൊണ്ട് ദയവ് ചെയ്ത് ലഹളയ്ക്കുള്ള ആഹ്വാനമോ കലാപത്തിനുള്ള ആഹ്വാനമോ ഇല്ലെങ്കിൽ ഭീഷണികളോ ഒന്നും ഇടരുത്. ഫേസ്ബുക്കിലിട്ടാൽ 10, 100, 500 ലൈക്ക് കിട്ടും. പക്ഷേ അതുകൊണ്ട് നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം കലാപകലുഷിതമാകും. അത് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുന്നത് നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വിഭാഗത്തിനെ ആയിരിക്കും. അതാരുമായിക്കോട്ടെ അവർക്കായിരിക്കും. വെറുതെ പാവങ്ങളെ കൊലയ്ക്ക് കൊടുക്കരുത്, പാവങ്ങളെ കുഴിയിൽ ചാടിക്കരുത്. നിങ്ങൾക്ക് ഏറ്റുമുട്ടാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമല്ല സംഘപരിവാർ. അതിനുള്ള ത്രാണി നിങ്ങൾക്കില്ല എന്ന് ഞാൻ പച്ചയ്ക്ക് തന്നെ പറയുന്നു. അതിനുള്ള ത്രാണി ഇന്ന് ഇന്ത്യയിൽ വേറൊരു സംഘടനയ്ക്കും ഇല്ല. ഒരുപക്ഷെ നിങ്ങളിനി നിങ്ങൾ പറയുന്നത് പോലെ, നിങ്ങൾ സ്വപ്നം കാണുന്നത് പോലെയൊക്കെ ഒരു 2050 നിങ്ങൾ അധികാരത്തിൽ വരട്ടെ, നിങ്ങൾക്ക് ശക്തി ദൈവം തരട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. അതുവരെ ഞാൻ ജീവിച്ചിരിക്കുന്നു എനിക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷേ എങ്കിലും അപ്പോൾ ചിലപ്പോൾ സാധിക്കും. കാരണം നിങ്ങളിപ്പോൾ ഈ സ്കൂളുകളൊക്കെ കയറി കൊച്ചു കുട്ടികളോട് പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ തലമുറ വേണം ഈ ബാബറി മസ്ജിദ് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നുണ്ട്. നല്ല കാര്യമാണ്. നിങ്ങളത് പറയുമ്പോൾ മറുഭാഗം പറയുന്നത് എന്താണെന്ന് കൂടി നിങ്ങൾ കേൾക്കണം. അയോധ്യയുടെ കേസുകൾ ഒതുങ്ങി, ഇനി അടുത്തത് കാശിയും മധുരയുമാണെന്ന്. അതായത് നിങ്ങൾ അയോധ്യയ്ക്ക് ടിക്കറ്റ് എടുത്താൽ മാത്രം പോരാ, കാശിക്കും മധുരയ്ക്കും ടിക്കറ്റ് എടുക്കേണ്ടി വരും. വരും കാലങ്ങളിൽ കൂടുതൽ സംസ്ഥാനത്തേക്ക് എടുക്കേണ്ടി വരും. അതാണ് മുതൽ. അതുകൊണ്ട് സമാധാനത്തിൽ പോവുക, ശാന്തതയിൽ പോവുക, ആശയം കൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. ആശയമാണ് ഏറ്റവും വലിയ ആയുധം എടുക്കുന്നവൻ വിഡ്ഢിയും. ഇതാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിലെ പോയിന്റ്. നന്ദി, നമസ്കാരം.
നന്ദി.